നാട് മുഴുവൻ AI ക്യാമറകൾ നിരത്തി വച്ചിരിക്കുന്നു. മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് പെറ്റിയടക്കം ജനങ്ങളിൽ നിന്നും നാലുചക്ര വാഹന യാത്രക്കാരിൽ നിന്നുമൊക്കെ പിരിച്ചെടുക്കാനുള്ള മറ്റൊരു ഉപാധിയായി AI ക്യാമറകൾ എന്നൊക്കെയാണ് ഈ ക്യാമറകൾ കേരളത്തിന്റെ മുക്കിനും മൂലയ്ക്കും പ്രധാന നിരത്തുകളിൽ കൊണ്ടുവച്ചപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ, എല്ലാ ജനങ്ങളുമല്ല, ഒരു വിഭാഗം ജനങ്ങൾ പറഞ്ഞു വരുത്തിയത്. അത്രയേറെ ഉത്കണ്ഠയായിരുന്നു ഈ ക്യാമറകളെ കാണുമ്പോൾ. തുടക്കത്തിൽ ഈ ക്യാമറയുടെ മേളിലേക്ക് നോക്കാൻ തന്നെ പേടിയായിരുന്നു. പക്ഷേ ഭയം വേണ്ട, ജാഗ്രത മാത്രം മതി എന്ന ഒരു ആപ്തവാക്യം മനസ്സിലുണ്ടെങ്കിൽ AI ക്യാമറയെ ഭയക്കേണ്ട കാര്യമേ ഇല്ല. എന്താണ്? നിരത്തിലൂടെ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർ ഹെൽമെറ്റ് ധരിച്ചിരിക്കണം, ഗതാഗത നിയമങ്ങൾ പാലിച്ചിരിക്കണം. വാഹനത്തിലെ 2 യാത്രക്കാരെ പാടുള്ളൂ, ആ 2 യാത്രക്കാർക്കും ഹെൽമെറ്റ് നിർബന്ധമാണ്. ഇത് മാത്രമേ AI ക്യാമറ പറയുന്നുള്ളൂ. അതുപോലെ തന്നെ 4 ചക്ര വാഹനങ്ങൾ, കാറായാലും ലോറിയായാലും ഏതായാലും സീറ്റ് ബെൽറ്റ് നിർബന്ധം. ആർക്കാണ്? മുന്നിലിരിക്കുന്ന വാഹനം ഓടിക്കുന്ന ഡ്രൈവർക്കും സഹയാത്രികനും. സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ, വ്യക്തമായ ലൈറ്റ് പ്രകാശിപ്പിച്ചില്ലെങ്കിൽ കൃത്യമായി AI ക്യാമറ കണ്ടെത്തും. തന്റെ AI കഴിവ് ഉപയോഗിച്ച് അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതിൽ യാതൊരുവിധ തിരുത്തലുകളും ഒരു ശുപാർശയും നടക്കില്ല എന്നതാണ് വസ്തുത. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? കാലക്രമേണ മാസങ്ങളെടുത്ത് നമ്മുടെ ജനം, കേരളത്തിലെ വാഹന യാത്രക്കാർ ഇതിനോടൊത്ത് അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങി. എന്താണ് അതിന്റെ ഫലം? നല്ല റിസൾട്ടാണ്. കാരണം അപകടങ്ങൾ കുറഞ്ഞു, നിരത്തിലെ അപകടങ്ങൾ കുറഞ്ഞു, നിരത്തിലെ നിയമലംഘനങ്ങൾ കുറഞ്ഞു. അപകടങ്ങൾ ഒരു പരിധിവരെ കുറഞ്ഞു എന്ന് പറയാമെങ്കിലും ഉണ്ടായ അപകടങ്ങളിൽ ഫെറ്റാലിറ്റി, പരിക്കുകളുടെ നിരക്ക്, മരണനിരക്ക് ഇതെല്ലാം ഗണ്യമായി കുറയ്ക്കാൻ AI ക്യാമറകളുടെ സാന്നിധ്യത്തിന്, നിരീക്ഷണത്തിന്, ജാഗ്രതയ്ക്ക് കഴിഞ്ഞു എന്നിടത്താണ് AI ക്യാമറയുടെ മഹത്വം ഇരിക്കുന്നത്. എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചാണ് AI ക്യാമറയ്ക്ക് മുന്നിലൂടെ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഭാഗത്ത് തിരുവനന്തപുരത്ത് നിന്നും എറണാകുളം വരെ പോവുകയാണെങ്കിൽ മിക്കവാറും എല്ലാ പോയിന്റുകളിലും ഉണ്ട് AI ക്യാമറ. എവിടെയെങ്കിലും ഒരു നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ടാൽ അപ്പോൾ പെറ്റി വന്നിരിക്കും മൊബൈലിൽ. അപ്പോൾ എല്ലാവരും തങ്ങളുടെ സീറ്റ് ബെൽറ്റ് മുറുക്കി തുടങ്ങി, ഇരുചക്ര വാഹനത്തിൽ പോകുന്നവർ ഹെൽമെറ്റ് ധരിച്ചു തുടങ്ങി. അങ്ങനെ അപകടങ്ങൾ ഉണ്ടായാലും അപകട നിരക്ക്, മരണനിരക്ക്, അപകടത്തിന്റെ രൂക്ഷത, തീവ്രത അത് കുറയ്ക്കാൻ സാധിച്ചു എന്നിടത്താണ് AI ക്യാമറ വിജയം. അതുകൊണ്ട് തന്നെ ഇനി ആരും കേരളത്തിൽ AI ക്യാമറ നിരത്തുകളിൽ വേണ്ട എന്ന് പറയില്ല. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു വേണ്ടപ്പെട്ടവർ, ബന്ധു, അവരൊക്കെയാകും ഇങ്ങനെ അപകടത്തിൽ ചെന്ന് പെടുന്നത്. അപ്പോഴും നമ്മൾ പറയുമോ AI ക്യാമറ കുറ്റം പറയുമോ? ഇല്ല. എന്തായാലും ഇത്തരമൊരു ഉദ്യമവുമായി ധൈര്യപൂർവ്വം രണ്ടും കൽപ്പിച്ചിറങ്ങി തിരിച്ച നമ്മുടെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ, പിന്നെ സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, മോട്ടോർ വാഹന വകുപ്പിലെ മറ്റ് ജീവനക്കാർ, പിന്നെ മോട്ടോർ വാഹന വകുപ്പിന്റെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് വിഭാഗം, ഈ AI ക്യാമറയും നിയമ പരിപാലനവും കൃത്യമായി നടപ്പാക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ട എൻഫോഴ്സ്മെന്റ് വിഭാഗം, ഇവർക്കെല്ലാം ബിഗ് സല്യൂട്ട് തന്നെയാണ് ഞങ്ങൾ നൽകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച